മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ ഭീഷ്മോപദേശം, വിദുരോപദേശം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസമായിട്ട് ഞാൻ വിവരിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടി പലരും കേൾക്കാറുണ്ട്. വലിയ വലിയ ഗ്രന്ഥങ്ങളിലെ ഉള്ളടക്കങ്ങൾ മുഴുവനും വിവരിക്കുന്നതിന് പകരം ആ ഗ്രന്ഥങ്ങളിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ വിവരിക്കുകയാണെങ്കിൽ അത് ഏത് രീതിയിലാണ് 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് പ്രയോജനപ്പെടുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് ഈ പൈതൃക ഗ്രന്ഥങ്ങളുടെ മഹത്വം നമുക്ക് കൂടുതൽ ശക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ 4, 5, 6 കൂടുതൽ സ്പൂൺ സാമ്പാർ കഴിക്കാറുണ്ട്. അതേ സമയത്ത് പിക്കിൾസ് അത്രയും കഴിക്കാറില്ല, കുറച്ച് പിക്കിളേ കഴിക്കാറുള്ളൂ. അപ്പൊ ചിലത് കുറച്ച് കൊടുത്താലും വലിയതിൻ്റെ എഫക്റ്റാണ്. അങ്ങനെയുള്ള കുറച്ചുകളിൽ ഒന്നാണ് ഭീഷ്മോപദേശം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചത്, വിദുരോപദേശം വിവരിച്ചത്. ഇന്ന് ചെറുതായിട്ടൊന്ന് ഭരതോപദേശം, ഇത് നേരത്തെ വിവരിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്, പൂർണ്ണമായിട്ടും വിവരിച്ചിട്ടുണ്ട്. ശരിക്കും ഭരതോപദേശം എന്ന് പറഞ്ഞാൽ ശ്രീരാമനും ലക്ഷ്മണനും സീതയും 14 വർഷം കാട്ടിലേക്ക് പോകണമെന്ന് മന്ദരയുടെ ഉപദേശപ്രകാരം കൈകേയി ദശരഥനോട് നിർദ്ദേശിച്ചത് ദശരഥൻ മനസ്സോടുകൂടി താൻ കൊടുത്ത വാക്ക് പാലിക്കപ്പെടണമല്ലോ എന്ന് വിചാരിച്ച് അത് പാലിക്കുകയും രാമനും ലക്ഷ്മണനും സീതയും കാട്ടിലേക്ക് പോവുകയും, അപ്പൊ അവരുടെ 3 പേരുടെ മനസ്സിലും അറിയാതൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് കൈകേയിയുടെ മകൻ ഭരതൻ ആസൂത്രണം ചെയ്തതാണോ എന്നൊരു തെറ്റിദ്ധാരണ. യഥാർത്ഥത്തിൽ ഭരതൻ ഇതിനെക്കുറിച്ച് അറിയുക പോലും ഇല്ല. പക്ഷെ ഭരതന്റെ അമ്മ പെട്ടെന്ന്, ഭരതൻ ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചപ്പോൾ അത് ഭരതന്റെ കളിയാണോ എന്ന് ഒരു സംശയം കഠിനമായ രീതിയിൽ ലക്ഷ്മണനുണ്ടായിരുന്നു, കുറച്ചൊക്കെ സീതയ്ക്ക് ഉണ്ടായിരുന്നു, വളരെ കുറച്ച് ശ്രീരാമനും ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ കാട്ടിലൂടെ പോകുമ്പോൾ അച്ഛൻ മരിച്ചു, അച്ഛൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്ത് ശരിക്ക് ഭരതൻ കൈകേയിയെയും കൗസല്യയെയും സുമിത്രയെയും വസിഷ്ഠനെയും ഈ പട്ടാളക്കാരെയും അഥവാ രാജ്യരക്ഷയുടെ നേതൃത്വം നോക്കുന്ന പരമാധികാരമുള്ള സേനാ നായകന്മാരെയും പ്രജകളെയും കുറച്ച് വിദ്വാൻമാരെയും കൂട്ടിയാണ് ഭരതൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയെയും കാണാൻ കാട്ടിലേക്ക് വരുന്നത്. അപ്പോ രാജ്യഭാരം കയ്യിലുള്ളത് കൊണ്ട് സൈന്യങ്ങളുമുണ്ട്. ആ സൈന്യങ്ങളെ ബോധ്യപ്പെടുത്തണം, ഞാനൊരു അട്ടിമറിയിലൂടെ രാജ്യം ഭരിക്കാനായിട്ട് പ്ലാൻ ചെയ്തതിൻ്റെ പരിണതഫലമാണ് ഇത് എന്ന് അവർക്ക് തോന്നരുത്. വസിഷ്ഠനെ ബോധ്യപ്പെടുത്തണം, ഇത് എൻ്റെ മനസ്സിൽ ഉദിച്ച കുൽസിത ബുദ്ധിയല്ല. അതുപോലെ കൗസല്യയെയും സുമിത്രയെയും ബോധ്യപ്പെടുത്തണം, ഇത് കൈകേയി മാതാവിൻ്റെ മാത്രം ദുഷ്ടത്തരാണ്, ഞാനിതിനകത്ത് പങ്കില്ല. പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തണം, പുറത്തൊന്ന് അകത്തൊന്ന് വെച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല ഭരതൻ. ഭരതന് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ല. കൈകേയിയുടെ മാത്രം ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ ദുരാഗ്രഹപ്രകാരം സംഭവിച്ചതാണ്. അങ്ങനെ ആരെയൊക്കെ ബോധ്യപ്പെടുത്തണമോ അവരെ എല്ലാവരെയും കൊണ്ടാണ് ഭരതൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയെയും കാണാൻ വരുന്നത്. അതായത് ഞാൻ സത്യസന്ധനും ധർമ്മബോധമുള്ളവനും നീതിയും ന്യായവും അനുഷ്ഠിക്കുന്നവനുമാണെന്ന് എനിക്ക് തോന്നിയാൽ പോരാ, ഞാൻ സത്യസന്ധനും ധർമ്മബോധമുള്ളവനും നീതി ന്യായ വ്യവസ്ഥയിലൂടെ പോകുന്നവനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക കൂടി വേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ സത്യസന്ധനാണെന്ന് എനിക്കും ദൈവത്തിനും അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ദൈവം കോടതിയിലേക്ക് വരില്ല, ദൈവം ജനങ്ങളുടെ മുമ്പിൽ വന്ന് ഇത് വിവരിച്ചു തരികയുമില്ല. അപ്പൊ നമ്മൾ അറിയാനുള്ളത്, ഭരതൻ ഇതെല്ലാം ചെയ്ത് ഇവിടെ വന്ന് ശ്രീരാമന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ ലക്ഷ്മണനൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം
രാജ്യം ഭരിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് സൈന്യത്തെ കൂട്ടത്തിൽ കൊണ്ടുവന്നത് എന്നായിരുന്നില്ല ധരിച്ചത്. സൈന്യവുമായിട്ട് വരുന്നത് നമ്മളെ 3 പേരെയും ആക്രമിച്ച് ഉന്മൂലനം ചെയ്താൽ ആജീവനാന്തം ഭരതന് കോസല രാജ്യം അയോധ്യ നഗരിയിലിരുന്നു കൊണ്ട് ഭരിക്കാം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് സൈന്യങ്ങളുമായിട്ട് വരുന്നത് എന്നാണ് ലക്ഷ്മണൻ വിചാരിച്ചത്. അപ്പോഴും രാമൻ പറഞ്ഞിരുന്നു, ഭരതനെ എനിക്ക് നല്ലവണ്ണം അറിയാം, ഭരതൻ അങ്ങനെയുള്ള ആളല്ല. പക്ഷേ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അവസാനം ഭരതൻ വന്നു, നമസ്കരിക്കുന്നു, ജ്യേഷ്ഠനോട് തിരിച്ചു വന്ന് രാജ്യഭാരം ഏറ്റെടുക്കാൻ പറയുന്നു. ഇത് സംഭവിച്ചത് മുഴുവനും മന്ദരയുടെ ഉപദേശപ്രകാരം തൻ്റെ മാതാവായ കൈകേയിയുടെ ദുഷ്ട മനസ്സിൽ ഉദയം ചെയ്ത പ്ലാനാണ് എന്ന് വിവരിക്കുകയും കരയുകയും തിരിച്ചു വന്ന് തൻ്റെ രാഷ്ട്രഭാരം ഏറ്റെടുക്കണമെന്ന് പറയുകയും എല്ലാം ചെയ്തപ്പോൾ പിതാവായ ദശരഥന്റെ ആഗ്രഹം നിർവഹിക്കൽ മക്കളായ നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അത് അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മളത് ചെയ്തേ മതിയാവൂ എന്ന 1. 2, പിതാവ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് പിതാവിൻ്റെ ആഗ്രഹങ്ങൾ സബലീകരിക്കേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല എന്നെല്ലാം ഭരതൻ പറഞ്ഞപ്പോ ശ്രീരാമൻ തിരിച്ചു പറയാണ്, ഇപ്പോ രാജാവിന്റെ കസേരയിൽ ഇരിക്കേണ്ട രാമൻ നിന്നോട് നിർദ്ദേശിക്കുന്നു, നീ ആ കസേരയിലിരുന്ന് രാജ്യഭാരം നടത്തണം. അപ്പോ ജ്യേഷ്ഠനായ രാമനല്ല, രാജപദവിയിൽ അലങ്കരിക്കേണ്ട വ്യക്തി, രാജാവായിട്ടിരിക്കേണ്ട വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ നിർദ്ദേശിക്കുന്നു, നീ അത് അടുത്ത 14 വർഷത്തേക്ക് രാജ്യം ഭരിക്കണം. അങ്ങനെ രാജ്യം ഭരിക്കാമെന്നേറ്റു. അതിൽ പറയുകയും ചെയ്തു, അടുത്ത 14 വർഷം ഈ രാജ്യം ഭരിക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന എല്ലാ പിഴവുകളുടെയും ഉത്തരവാദി ഞാനാണ്. ആ രാജ്യഭാരം നടക്കുന്ന സമയത്ത് രാജ്യത്തിന് എന്തെല്ലാം അഭിവൃദ്ധി ഉണ്ടാവുന്നോ അത് അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം നിരന്തരം പറയാറുള്ള ഫെയില്യുവർ മാനേജ്മെന്റ്, ഫെയില്യുവറുടെ ഉത്തരവാദിത്വം ഞാനും സക്സസിന്റെ ഉത്തരവാദിത്വവും ക്രെഡിറ്റും നിങ്ങൾക്കും കൊടുക്കുന്ന ആ ഫെയില്യുവർ മാനേജ്മെന്റ് കൺസെപ്റ്റ് അവിടെ ഭരതൻ രാമനോട് വളരെ വ്യക്തമായിട്ട് പറയുകയും അവിടെ നിന്നുകൊണ്ട് രാമൻ ഒരു 157 ഉപദേശങ്ങൾ ഭരതന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യം കൈകേയി മാതാവ്, എൻ്റെ അമ്മയ്ക്ക് സുഖമല്ലേ, ലക്ഷ്മണന്റെ ഭാര്യയ്ക്ക് ഊർമിളയ്ക്ക് ദുഃഖമൊന്നുമില്ലല്ലോ, ജനങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടല്ലോ, കിംവദന്തികൾ പടർത്തുന്നില്ലല്ലോ, തെറ്റിദ്ധാരണകളും അതുപോലെയുള്ള കള്ളത്തരങ്ങളും കള്ളക്കച്ചവടങ്ങളും നടക്കുന്നില്ലല്ലോ എന്ന് ഒരു 5-6 വരിയിലൂടെ ചോദിച്ചിട്ട്, രാജ്യത്തിലെ ടാക്സ് പിരിവിന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട്, കർഷകർക്ക് സുഖവും സൗകര്യവും ആവശ്യത്തിന് കൃഷി ചെയ്യാനുള്ള വെള്ളവും ലഭിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് ഒരു രാജ്യം എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് 130 പോയിന്റുകൾ, ഒരു 25 പോയിന്റുകളാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ആ 25 പോയിന്റുകൾ കഴിഞ്ഞ് ബാക്കി 132 പോയിന്റുകളും ആ ഭരതനോട് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത്, വിധവകളെ സംരക്ഷിക്കേണ്ടത്, വൃദ്ധരെ സംരക്ഷിക്കേണ്ടത്, രോഗികളെ സംരക്ഷിക്കേണ്ടത്, പ്രജകളെ സംരക്ഷിക്കേണ്ടത്, തന്നെ ശക്തമായി വിമർശിക്കുന്നവർക്ക് അതിന് അനുവാദം നൽകേണ്ടത്, ചാർവാകന്മാരെ സംരക്ഷിക്കേണ്ടത്, അതേസമയത്ത് കള്ളത്തരവും കിംവദന്തികളും പരത്തുന്നവരെ ഒതുക്കേണ്ടത്, ഇങ്ങനെയുള്ള ശരിക്ക് വാൽമീകി രാമായണത്തിൽ നമ്മൾ രാമൻ എന്ന അവതാരത്തെ ഈശ്വരനായിട്ട് കാണുമ്പോൾ ആ ഈശ്വരനായ രാമൻ ഒരു രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് എണ്ണി 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 വിവരിക്കുന്നത് വായിച്ചാൽ ഇന്നത്തെ ഒരു നല്ല മാനേജ്മെന്റ് എക്സ്പെർട്ട്, ഒരു IAS-കാരൻ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഭരണം നടത്തുന്ന ഒരു വ്യക്തി ഭരണത്തെക്കുറിച്ച് എങ്ങനെയാണോ തൻ്റെ കൂട്ടത്തിലുള്ളവരോട് പറയുന്നത്, മറ്റൊരർത്ഥത്തിൽ ചീഫ് സെക്രട്ടറി മറ്റ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാർക്ക്, പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് പോലെ ഒരു രാജാവായിരിക്കേണ്ട രാമൻ രാജാവായിക്കൊണ്ടിരിക്കുന്ന ഭരതന് കൊടുക്കുന്ന ഉപദേശമാണ് ഭരതോപദേശം. രാഷ്ട്രഭരണത്തെക്കുറിച്ച് തന്നെയാണ്. ചിലപ്പോൾ ചില അമ്പലങ്ങളിൽ ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ
കോൺഗ്രസ്സുകാരെയും മാർക്സിസ്റ്റ് പാർട്ടിക്കാരെയും BJPക്കാരെയും എല്ലാം ഞാൻ എടുത്തു പറഞ്ഞ്, രാഷ്ട്രീയം പറയാറില്ല, വ്യക്തികളെ പറഞ്ഞ് ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ 1-2 പേർക്ക് സംശയം തോന്നാറുണ്ട്. അവർ വിമർശിച്ചിട്ടോ എതിർത്തിട്ടോ ഒന്നുമില്ല, ഇയാൾ എന്തിനാ രാഷ്ട്രീയം പറയുന്നത് എന്ന്. ശരിക്ക് എല്ലാവരോടും ഞാൻ പറയാനാണ്, ഭാരതീയ പൈതൃകം എന്ന് പറയുന്നത് ഭരണാധികാരികളിലൂടെ നമുക്ക് ജീവിത സന്ദേശം തന്നിരിക്കുന്നതാണ്. ശരിക്കും രാമായണം എന്ന് പറയുന്നത് നോക്കാം, അതിന് അത്രയും ഭരണാധികാരികളാണ്. ദശരഥൻ ഭരണാധികാരി, രാമൻ, ഭരതൻ, അത് കഴിഞ്ഞ് രാമനുമായിട്ട് ബന്ധപ്പെട്ട രാജാക്കന്മാരുടെ ചക്രവർത്തിയായിരുന്ന ദശരഥൻ ഏതൊക്കെ രാജ്യങ്ങളുടെ എംപറർ ആയിരുന്നോ അത് മുഴുവനും ഭരണമാണ്. കേകയ രാജ്യം, കോസല രാജ്യം, അതുപോലെ തന്നെ മറ്റ് ഓരോ രാജ്യത്തിന്റെ അതിർത്തികൾ അത് സംരക്ഷിക്കേണ്ടത്, ജനങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത്, ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം എത്തിക്കല്, ഇതല്ലേ ഭരണം എന്ന് പറയുന്നത്. ആ ഖജനാവ് നിറയ്ക്കേണ്ടത്, ടാക്സ് പിരിക്കേണ്ടത്, ഇതെല്ലാമാണ് രാമൻ ഭരതന് ഉപദേശിച്ചു കൊടുത്തത്. ഇതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഉൾപ്പെടെ. അതുപോലെയാണ് മഹാഭാരതം എന്ന് പറയുന്നത്. എന്താ, ശരിക്ക് രാജ്യഭാരത്തിന് അർഹരായ ധർമ്മബോധമുള്ളവർക്ക് അവരെ പുറത്താക്കി അധർമ്മബോധമുള്ളവർ രാജ്യം ഭരിക്കുന്നതിനെ മാറ്റി ധർമ്മബോധമുള്ളവരെ കൊണ്ടുവരാനുള്ള ഒരേ കുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാരുടെ ചരിതമാണ് മഹാഭാരതം. ഇനി ഭാഗവതവും മറ്റ് 18 പുരാണങ്ങളും എടുത്തു നോക്കാം. ഭാഗവതത്തിൽ നോക്കാം, അംബരീഷൻ രാജാവായിരുന്നു, മഹാബലി രാജാവായിരുന്നു, പൃഥു രാജാവായിരുന്നു, ജഡഭരതൻ രാജാവിന് തുല്യമായിരുന്നു, പ്രാചീനവർഹിഷ്ഠ രാജാവായിരുന്നു, അതുപോലെ തന്നെ ഹിരണ്യകശിപു രാജാവായിരുന്നു, പ്രഹ്ലാദൻ രാജാവായി, ധ്രുവൻ രാജാവായി. എല്ലാം രാജാക്കന്മാരുടെ ഭരണാധികാരികളുടെ കഥകളാണ് പുരാണങ്ങളിലുള്ളത്. അപ്പൊ നമ്മള് ഈ രാഷ്ട്രീയവും രാജനൈതിക തത്വങ്ങളും ഒന്നും തൊടാതെ ആത്മീയത മാത്രമുള്ള ഏത് ഗ്രന്ഥമാണ് നമുക്കുള്ളത്? ആത്മീയത മാത്രമുള്ള ഒരു ഗ്രന്ഥവും നമുക്കില്ല. ആത്മീയത പോലും അപ്ലൈഡ് സ്പിരിച്വാലിറ്റി ആയിരുന്നു, പ്രായോഗിക ആത്മീയതയായിരുന്നു. യോഗ എന്ന് പറയുന്നത് ആത്മീയതയൊന്നുമല്ല, മനസ്സിനെയും ശരീരത്തെയും കൺട്രോൾ ചെയ്യുന്നതാണ്. ഞാൻ ആത്മീയതയല്ല എന്ന് പറയുന്നത് ആത്മീയതയെ നിഷേധിച്ചതല്ല കേട്ടോ, മറിച്ച് ചിലരൊക്കെ ധരിക്കുന്ന നാമം ജപിക്കണം, തപസ് ചെയ്യണം, അല്ലെങ്കിൽ ധ്യാനിക്കണം, ഇതൊക്കെയാണ് ആത്മീയത എന്ന് ധരിച്ചിരിക്കുന്ന ഒരു പൈതൃകമല്ല നമുക്കുള്ളത്. എല്ലാം ക്രിസ്തുവിൽ അർപ്പിച്ച് എന്റെ പാപം നീ കൈക്കൊള്ളണമേ. പള്ളി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, പള്ളി, കർത്താവ്, യഹോവ, ഇത് 3 ഉള്ളൂ. അതുപോലെ മുസ്ലിങ്ങൾക്കും അത് തന്നെയാ. 5 നേരം നിസ്കരിക്കുക, അള്ളാഹു പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞത്, അള്ളാഹു പറഞ്ഞ, പ്രവാചകൻ പറഞ്ഞത്. പിന്നെ അവർ കാണിച്ച കൊള്ളരുതായ്മകളൊന്നും പുറത്തേക്ക് അവർ വിടുകയില്ല. ഇവിടെ അങ്ങനെയല്ല, സ്വതന്ത്രമായിട്ട് തെറ്റുകളായിട്ട് വിളിച്ചു പറയാനും. അതുകൊണ്ട് ഒരു അലക്കുകാരൻ ശ്രീരാമനെ വിമർശിച്ചത്, സീതയെ രാമൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ സ്വീകരിക്കുമെന്ന് ധരിക്കരുത് കേട്ടോ എന്ന് തുറന്നു പറയുകയും അത് വാൽമീകി മഹർഷി രാമായണത്തിൽ എഴുതുകയും തമസ്കരിക്കാതെ പച്ചയ്ക്ക് എഴുതുകയും എല്ലാം ചെയ്തതാണ്. മഹാഭാരതത്തിലെ ധർമ്മപുത്രരെ അതിശക്തമായിട്ട് വിമർശിക്കുന്ന ചാർവാകനുണ്ട്. ധർമ്മപുത്ര, നിനക്ക് ധർമ്മപുത്രൻ എന്ന് ആരാ പേരിട്ടത്? കസേരയ്ക്ക് വേണ്ടി, ഭരണത്തിന് വേണ്ടി സഹോദരന്മാരെയും അവരെയും കൊന്നു കുഴിച്ചു മൂടിയ നിനക്കെങ്ങനെയാ ധർമ്മപുത്രൻ എന്ന പേര് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. ആ ശക്തമായ വിമർശനവും മഹാഭാരതത്തില് വേദവ്യാസൻ ചേർത്തിട്ടുണ്ട്. അപ്പൊ ശരിക്ക് ഭാരതം എന്ന രാഷ്ട്രത്തിലെ അപ്ലൈഡ് സ്പിരിച്വാലിറ്റി ഭരണാധികാരികളിലൂടെയാണ്. അതുകൊണ്ട് ഭരണത്തിലെ തെറ്റുകൾ ഇപ്പോഴും നമ്മുടെ പൈതൃകം ഉപയോഗിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് ഒരിക്കലും ആത്മീയതയ്ക്കെതിരല്ല. ഈ ഭരതോപദേശം തന്നെ, അല്ലെങ്കിൽ ഭീഷ്മോപദേശം തന്നെ, അല്ലെങ്കിൽ വിദുരോപദേശം തന്നെ അത്രയ്ക്കും രാഷ്ട്രഭാരത്തെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും വിവരിക്കുന്നതാണ്. അപ്പൊ പിന്നെ നമ്മൾ ചിലതൊക്കെ ആത്മീയത എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളുടെ ആത്മീയതയെ പോലെയാണ്. തന്നെ കുരിശിലേറുക, ആ യേശു ക്രിസ്തുവിന്റെ ഡെഡ് ബോഡിയും കൊണ്ട് തൃശ്ശൂരില് ആ റൗണ്ടില് പ്രദക്ഷിണം വെക്കുക, എനിക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചതെന്ന് പറയുക, ആ കർത്താവിനെ കൊണ്ട കുരിശ് കഴുത്തിലിട്ടുകൊണ്ടിരിക്കുക, ആ കർത്താവിന്റെ ചോര വീഞ്ഞാണെന്ന് പറഞ്ഞ് കുടിക്കുക. എല്ലാ കർത്താവെന്ന യേശു ക്രിസ്തുവിൽ മാത്രം ആധാരമാക്കിയിട്ടൊരു മതമാണ്. അതെങ്ങനെയാ പുരോഗമന മതാവുക? ഈ മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം
ഇതിന് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മ വരുത്താനുള്ള അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയാണ് ഭാരതത്തിലുള്ളത്. അതുപോലെ മറ്റേ നോക്കാം, പ്രവാചകൻ പറഞ്ഞു എന്ന പേരിലാണ് കൊല്ലലും ചാവലും ബോംബുണ്ടാക്കാനും വേണ്ടി മാത്രം ജനിച്ച ഒരു മതമാണ് ഇസ്ലാം മതം. അത് ചാവലും കൊല്ലലും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് കുറച്ച് കുറവുള്ളത് ഇന്ത്യയിലാണ്. അത് ആണുങ്ങൾ ഭരിക്കുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതിനേക്കാളും ഗംഭീരമായേനെ. ഇപ്പോൾ പാകിസ്ഥാൻ ആയാലും ബംഗ്ലാദേശ് ആയാലും മുസ്ലിം രാഷ്ട്രങ്ങൾ എവിടെ നോക്കിയാലും ഇത് തന്നെ കഴുത്തറക്കലും കൊല്ലലും. ഒരു പള്ളിയിലച്ഛൻ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട് യമനിലേക്ക്. അവിടെ പോയിട്ട് മതം മാറ്റാനാണ്. ഈശ്വരാനുഗ്രഹങ്ങളെ കൊന്നില്ല, ഒന്ന് ചെയ്തിരുന്നെങ്കിൽ നന്നായേനെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അറിയാതെ പറഞ്ഞതല്ല. എന്തിനാ ഇതും കൊണ്ട് അവിടെ മതം മാറ്റാൻ പോണേ? ഇവിടെ തന്നെ ഇഷ്ടംമാതിരി മതം മാറ്റി ഈ ലെവലിൽ എത്തിച്ചല്ലോ നാടിനെ. പിന്നെ ഈ ഇവിടുത്തെ വിദേശ മന്ത്രിമാർക്ക് അയാളെ സംരക്ഷിക്കല ജോലി. ഈ നാടിന്റെ പൈതൃകത്തെ നശിപ്പിക്കുന്ന ഒരുവനെ മതം മാറ്റാൻ വേണ്ടിയിട്ട് അവിടേക്ക് അയച്ച ഈ അച്ഛന്മാരും മെത്രമാരെയാണ് തൂക്കിലേറ്റേണ്ടത്. അപ്പോ എവിടെയും മതം പ്രചരിപ്പിക്കുന്നതിന് പകരം ധന്യമായ അപ്ലൈഡ് സ്പിരിച്വാലിറ്റി, നേരത്തെ പറഞ്ഞ പോലെ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും, അതാണ് ഭരതോപദേശത്തിനകത്തുള്ളത് എന്നുകൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.